ഇപ്രാവശ്യം വീട്ടിലെ വൈദ്യുതി ബിൽ കണ്ട് പത്തനംതിട്ട കുറിയന്നൂർ അരുവിക്കുഴി സ്വദേശി റോയ് ജോർജിന്റെ കണ്ണ് തള്ളി. 13,740 രൂപ. മുൻമാസങ്ങളിൽ 672, 1033, 1066 എന്നീ തുകകളുടെ സ്ഥാനത്താണ് ഈ മാസം 13,740 രൂപ ബിൽ വന്നത്. മീറ്റർ റീഡിംഗിനെത്തിയ ജീവനക്കാരൻ കൈമലർത്തി. മീറ്റർ റീഡിംഗ് പ്രകാരമുള്ള തുക അടച്ചേ പറ്റൂ എന്നായി ജീവനക്കാരൻ. സാധാരണ അടയ്ക്കുന്നതിന്റെ 13 ഇരട്ടി വൈദ്യുതി ബിൽ എങ്ങനെ വന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും റോയ് ജോർജിന് പിടികിട്ടിയില്ല. നമുക്ക് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം പ്രതീക്ഷകൊണ്ട് ഉണ്ടായത് നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഫ്യൂസ് ഉയരാനും ഇല്ലെങ്കിലും കൊടുക്കുകയില്ല. പൈസ അടയ്ക്കില്ലെന്ന് അനുസരിച്ച് സാധാരണയുള്ള ഇത് ചാർജ് അടയ്ക്കാൻ നമ്മൾ റെഡിയാണ്. അതായത് ഇത് പ്രതീക്ഷ കൊണ്ട് വന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. 1060 വരെ 66 വരെയാണ് ഏറ്റവും മാക്സിമം വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം 13,740 രൂപ. അവർ പറയുന്നത് അടച്ചേ ഒക്കുള്ളതെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. ഞങ്ങൾക്ക് മീറ്റർ വരെ ഉള്ളൂ. മീറ്റർ മേപ്പോട്ടുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർ പറഞ്ഞോളൂ. എഞ്ചിനീയർ എന്നോട് പറഞ്ഞ അങ്ങനെ. മീറ്റർ റീഡിങ്ങിന് വന്ന ആൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നോക്കുക, നമുക്കറിയത്തില്ലെന്ന് അവർ പറഞ്ഞത്. ഇടിമിന്നലിൽ വീട്ടിലെ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് കത്തിയ നിലയിലായിരുന്നു. ഇടിമിന്നൽ ഉണ്ടായപ്പോൾ എർത്ത് വഴി വൈദ്യുതി ചോർച്ച ഉണ്ടായി എന്നാണ് മീറ്റർ റീഡിങ്ങിനെത്തിയ ജീവനക്കാരൻ റോയ് ജോർജിനെ അറിയിച്ചത്. പുള്ളി പറഞ്ഞത് ഇത് കരിഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. കരിഞ്ഞ പുള്ളി കണ്ടതാ. കരിഞ്ഞുകൊണ്ട് കൂടാം, കാരണം ലീക്കേജ് ആയിരിക്കണം, ഇടിമില്ലായിരിക്കണം. ഇടിവെട്ടി കത്തിപ്പോയ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് റോയ് ജോർജ് സ്വന്തം പണം മുടക്കി മാറ്റിവെച്ചു. 13,740 രൂപ വൈദ്യുതി ബിൽ വന്നതിൽ അയിരൂർ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് റോയ് ജോർജ് പരാതി നൽകി. അധികം വന്ന തുക കുറച്ചു തരാൻ സാധിക്കില്ലെന്നാണ് അധികൃതർ മറുപടി നൽകിയത്. അധികം വന്ന തുക കുറച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ച് വൈദ്യുതി മന്ത്രിക്ക് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് റോയ് ജോർജ്. പരാതി ഇപ്പം കൊടുത്തിരിക്കുന്നത് അയിരൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് അവിടെ കൊണ്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ എഴുതി തരാൻ പറഞ്ഞു. ഏതായാലും ഓണം കഴിയട്ടെന്ന് പറഞ്ഞിട്ട് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുഖ്യമന്ത്രിക്കും ഇലക്ട്രിസിറ്റി മന്ത്രിക്കും അയക്കും. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ ഭീമമായ വൈദ്യുതി ബിൽ വന്നാൽ തങ്ങളെപ്പോലുള്ളവർ കുത്തുപാള എടുക്കുമെന്നാണ് റോയ് ജോർജ് പറയുന്നത്. ശരാശരി 800, 1200 രൂപ വൈദ്യുതി ബിൽ വന്നിരുന്ന സ്ഥാനത്ത് റോയ്ക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് 13,000 രൂപയിലധികമാണ്. ഈ അധിക തുക തനിക്ക് ഒരിക്കലും അടയ്ക്കാൻ കഴിയില്ല എന്നാണ് ഈ ഗൃഹനാഥൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.